എഡിറ്റിങ്ങിനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്നൊരു ചിത്രം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പലപ്പോഴും ക്ലാരിറ്റി കുറഞ്ഞ ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കാറ്. അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ വന്ന ചിത്രമാണെങ്കിൽ അത് എഡിറ്റിങ്ങിന് പോലും ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയും ക്ലിയർ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ കൈവശമുള്ള ലോ ക്വാളിറ്റി ഇമേജുകൾ ഹൈ ക്വാളിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷനുകളാണ്. ഇതിനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ഹൈ ക്വാളിറ്റി ആക്കി മാറ്റാം, മറ്റൊന്ന് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി ഇത്തരം ചിത്രങ്ങളെ നമുക്ക് ഹൈ ക്വാളിറ്റി ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ലോ ക്വാളിറ്റി ഇമേജ് ഹൈ ക്വാളിറ്റി ആക്കി മാറ്റാമെന്ന് വീഡിയോയിൽ കാണാം. പല ആവശ്യങ്ങൾക്കായി ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ കാണുമ്പോൾ ക്ലിയർ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ചിത്രം മങ്ങിയിട്ടാണുള്ളത്, കലങ്ങിപ്പോയിട്ടുണ്ട്. ഈ വാലിൻ്റെ അറ്റത്തൊക്കെ നിങ്ങൾക്ക് കാണാം തീരെ റെസൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിക്ചർ ഒരു ക്വാളിറ്റി ഇല്ല. ഇനി ഞാൻ രണ്ടാമത്തെ ചിത്രം കാണിച്ചു തരാം, ഓണത്തിൻ്റെത്. ഇത് ജസ്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം മാവേലിയൊക്കെ കലങ്ങിയിട്ടുണ്ട്. ഓണം എന്നുള്ള എഴുത്തൊന്നും പെർഫെക്റ്റായിട്ട് ക്ലിയർ ഇല്ല. അതുപോലെ ഈ ചെണ്ട കൊട്ടുന്നാളൊക്കെ കണ്ടല്ലോ നിങ്ങൾ, വളരെയധികം കലങ്ങിയിട്ടാണുള്ളത്. തീരെ റെസൊല്യൂഷൻ ഇല്ലാത്ത ചിത്രമായതുകൊണ്ടാണ് ഇതുപോലെ മങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ നമുക്ക് ഹൈ ക്വാളിറ്റി ആക്കാനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ അത് ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിൽ ക്യാപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. നിങ്ങൾക്ക് ഇവിടെ അപ്സ്കെയിൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും. ഇനി നിങ്ങൾക്ക് ഏത് ചിത്രമാണ് റെസൊല്യൂഷൻ കൂട്ടേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സ്കാൻ ആയിട്ട് അത് ഹൈ റെസൊല്യൂഷനിലേക്ക് കൺവേർട്ട് ആകുന്നതാണ്. ഇനി ഇവിടെ താഴെ 2x 4x എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. 4x ആക്കണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. 2x തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് കാണാം ആ ക്വാളിറ്റി ആയിട്ടുണ്ട് ആ ചിത്രം. അതിന് വീഡിയോയിൽ എത്രത്തോളം ക്വാളിറ്റി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വാലിൻ്റെ അടുത്തൊക്കെ നേരത്തെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് ആ പക്ഷിയെ നല്ല രീതിയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കൺവേർട്ട് ചെയ്ത ചിത്രം ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ വലത് ഭാഗത്ത് ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സൈൻ ഇൻ ചെയ്യണം, എങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാം. മറ്റേതും കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ആദ്യമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ സൈൻ ഇൻ ചെയ്യാതെ തന്നെ എത്ര തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് മറ്റൊരു ചിത്രം കൂടി കാണിച്ചു തരാം. നേരത്തെ ഓണം ചിത്രം കൂടി ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ അത് കൺവേർട്ട് ആകുന്നുണ്ട്. നേരത്തേത്തതിലും ഹൈ ക്വാളിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ആ മാവേലി വളരെ ക്ലിയറായി, ആ ചെണ്ട കൊട്ടുന്നാൾ ക്ലിയറായി. അതുപോലെ തന്നെ ഓണം എന്നുള്ള എഴുത്തിലൊക്കെ നേരത്തെ ഫുള്ള് കലകളായിരുന്നു, അതൊക്കെ മാറിയിട്ട് വളരെ നീറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഗൂഗിളിലൂടെ നമുക്ക് എങ്ങനെ ഇത്തരം ലോ ക്വാളിറ്റി ചിത്രങ്ങൾ ഹൈ ക്വാളിറ്റി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞു തരാം. ഇത് വാട്സപ്പിൽ വന്ന ഒരു ചിത്രമായിരുന്നു മുമ്പ്, അത് ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം തീരെ ക്വാളിറ്റി ഇല്ല ഈ ചിത്രം, എല്ലാം കലങ്ങിപ്പോയിട്ടാണുള്ളത്. ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്, അതൊന്നും തീരെ ക്വാളിറ്റി ഇല്ല. കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നന്ന ക്വാളിറ്റി പോകും. ഈ ചെറുതായിട്ട് തന്നെ അത് ക്വാളിറ്റി ഇല്ല ചിത്രം. ആദ്യം ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും. ഇനി ഗാലറിയിൽ നിന്ന് ആ ചിത്രം ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ചെറിയൊരു ഭാഗമായിരിക്കും സ്കാൻ ആവുന്നത്. അത് മുഴുവനായിട്ട് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തൊട്ട് താഴെ അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പല റെസൊല്യൂഷനിലുള്ള ചിത്രം ലഭിക്കും. ഇത് കാണാം, നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയുള്ള ചിത്രം തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒറിജിനൽ ഇമേജ്. ഇതുപോലെ തന്നെ പല വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് ലഭിക്കും. ഇനി ഈ സെർച്ച് ഓപ്ഷനിൽ തന്നെ വിഷ്വൽ മാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രം, അതായത് ഇതിൽ നിന്ന് ചെറിയ മാറ്റമുള്ള ചിത്രമൊക്കെ കിട്ടണമെങ്കിൽ ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് ആംഗിൾ വ്യത്യാസമുള്ളതൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ചിത്രം ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില ഫോണിൽ ഡൗൺലോഡിങ് ഓപ്ഷൻ ചെറിയ മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ ഗൂഗിളിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ ഹൈ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.